Hello students, welcome to HSC UG PG Maths World. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോംപ്ലക്സ് അനാലിസിസിലെ ഫൈനൽ ഇയർ മാത്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ് കോംപ്ലക്സ് അനാലിസിസിലെ സിംഗുലർ പോയിന്റ്സ്, ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്സ്. അപ്പോൾ എന്താണ് സിംഗുലർ പോയിന്റ് എന്ന് ഫസ്റ്റ് ഡെഫിനിഷൻ പറയാം. A point z is equal to z naught at which a function f of z fails to be analytic is called a singular point of f of z. അതായത് f of z എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ z naught എന്ന് പറഞ്ഞ പോയിന്റിൽ അനലിറ്റിക് അല്ലാതാവുകയാണെങ്കിൽ ആ z naught എന്ന് പറഞ്ഞ പോയിന്റിനെ നമുക്ക് സിംഗുലാർ പോയിന്റ് എന്ന് വിളിക്കാം. ഈ ഫംഗ്ഷന്റെ സിംഗുലാർ പോയിന്റ് ആണ് z naught എന്ന് പറയാം. അതായത് f of z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ z naught എന്ന് പറഞ്ഞ പോയിന്റിൽ അനലിറ്റിക് അല്ലാതാവുകയാണെങ്കിൽ z naught നെ ഈ ഫംഗ്ഷന്റെ സിംഗുലാർ പോയിന്റ് എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, f of z is equal to 1 by z minus 3. 1 by z minus 3 z is equal to 3 ആവുന്ന കേസ് ഒന്ന് ആലോചിക്കേ. z is equal to 3 ആവുന്ന കേസ് ഒന്ന് ആലോചിക്കേ. z is equal to 3 ആവുന്ന കേസിൽ 1 by 3 minus 3 അതായത് 1 by 0 ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പം ഫംഗ്ഷൻ z is equal to 3 ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആവുകയില്ല. അതുകൊണ്ട് z is equal to 3 എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ സിംഗുലാർ പോയിന്റ് ആണെന്ന് പറയാം. പറഞ്ഞു മനസ്സിലായോ? അതായത് f of z is equal to 1 by z minus 3 z is equal to 3 ആകുന്ന കേസിൽ ആ പോയിന്റ് z is equal to 3 എന്ന് പറഞ്ഞ പോയിന്റ് ആ തന്ന ഫംഗ്ഷന്റെ സിംഗുലാർ പോയിന്റ് എന്ന് പറയാം. പറഞ്ഞു മനസ്സിലായല്ലോ? ഇനി എന്താണ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്? ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ഡെഫിനിഷൻ വായിക്കാം. A point z is equal to z naught is said to be isolated singular point of f of z if first condition f of z is not analytic at z is equal to z naught. Second condition, there exists a neighborhood of z is equal to z naught containing no other singularities. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, z naught എന്ന് പറഞ്ഞ പോയിന്റിന് ഒരു ഫംഗ്ഷൻ f of z ന്റെ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ, f of z is not analytic at z is equal to z naught. ഈ z naught എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഫംഗ്ഷന് അനലിറ്റിക് ആവാൻ പാടില്ല. f of z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ z naught എന്ന് പറഞ്ഞ പോയിന്റിൽ അനലിറ്റിക് ആവാൻ പാടില്ല. ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് z naught ന്റെ ഒരു നൈബർഹുഡ് എടുത്താൽ അതിനകത്ത് വേറൊരു സിംഗുലാർ പോയിന്റ്സ് കാണാൻ പാടില്ല. ക്ലിയർ ആയോ? ഈ ഫംഗ്ഷന്റെ വേറൊരു സിംഗുലാർ പോയിന്റ്, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ വേറൊരു സിംഗുലാർ പോയിന്റ് z naught എന്ന് പറഞ്ഞ ആ പോയിന്റിന് ഒരു നൈബർഹുഡ് എടുത്താൽ കാണാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ z naught എന്ന് പറഞ്ഞ പോയിന്റിനെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ വേറെ ഒന്നുമല്ല. എക്സാമ്പിൾ f of z is equal to 1 by z എന്ന് എടുത്തു നോക്കിയേ. 1 by z is equal to 0 ആവുന്ന കേസിൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതാവും. അതായത് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് കണ്ടീഷൻ, z is equal to 0 ഒരു നൈബർഹുഡ് എടുത്താൽ f of z എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ അതായത് 1 by z ന്റെ വേറൊരു സിംഗുലാർ പോയിന്റ് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് z is equal to 0 എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണ് ഈ 1 by z എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടാ പറയുന്ന? അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ വേറെ കാര്യം പറയാം. ലോറൻസ് സീരീസ് എന്താണെന്ന് ചെറുതായിട്ട് അറിഞ്ഞിരിക്കാം. z naught എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ആ z naught എന്ന് പറഞ്ഞ പോയിന്റ് ബേസ് ചെയ്ത് രണ്ട് കോൺസെൻട്രിക് സർക്കിൾസ് ഞാൻ വരച്ചു. ക്ലിയർ ആവുന്നുണ്ട്? രണ്ട് കോൺസെൻട്രിക് സർക്കിൾ വരച്ചു. ഫസ്റ്റ് സർക്കിളിനെ C1 എന്ന് വിളിച്ചു. C1 ന്റെ റേഡിയസ് R1. സെക്കൻഡ് സർക്കിൾ C2 ആണ്. C2 ന്റെ റേഡിയസ് R2 ആണ്. ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് f of z. ആ ഫംഗ്ഷൻ ഈ രണ്ട് C1 ഉം C2 ഉം ബൗണ്ട് ചെയ്തിരിക്കുന്ന റിംഗ്സ് റീജിയൻ ആണ്. ആ റിംഗ് റീജിയനിൽ f of z അനലിറ്റിക് ആണ്. ഏതൊരു പോയിന്റ് z എടുത്താലും അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനാണ് ലോറൻസ് സീരീസ് അനുസരിച്ച് പറയുന്നത്? സിഗ്മ n is equal to 0 to infinity an z minus z naught the whole raised to n plus sigma n is equal to 1 to infinity bn z minus z naught the whole raised to minus n. ക്ലിയർ ആണ്? ഈ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനലിറ്റിക് പാർട്ട്. ക്ലിയർ ആണോ? സിഗ്മ n is equal to 0 to infinity an z minus z naught the whole raised to n നെ വിളിക്കുന്ന പേരാണ് അനലിറ്റിക് പാർട്ട്. ഈ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ പാർട്ട്. ഇതൊന്ന് അറിഞ്ഞിരിക്കണം, ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാം. ക്ലിയർ ആണോ? അനലിറ്റിക് പാർട്ടും പ്രിൻസിപ്പൽ പാർട്ടും മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ തന്നിരിക്കുന്ന ഇതിനകത്ത് നിന്ന് an എന്താന്ന് ചോദിച്ചാൽ 1 by 2 pi i ഇന്റഗ്രൽ ഓവർ f of z
integral over c f of z divided by z minus z naught the whole raised to n plus 1 dz. അതുപോലെ തന്നെ bn എന്ന് പറയുന്നത് 1 by 2 pi I integral over c f of z divided by z minus z naught the whole raised to minus n plus 1 dz. ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് ഇസഡ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതിൽ ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അനലിറ്റിക് പാർട്ടും സെക്കൻഡ് പാർട്ട് പ്രിൻസിപ്പൽ പാർട്ടും ആണ്. അതിൽ എ എൻ എന്ന് പറയുന്നത് ഇതാണ്, ബി എൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കിത് വലുതായിട്ട് ആവശ്യം വരുന്നില്ല ഈ ഭാഗത്ത്. ചെറിയ രീതിയിൽ ഈ റെപ്രസെന്റേഷൻ ഒന്ന് യൂസ് ചെയ്യേണ്ട കേസ് വരുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടേ? അപ്പൊ നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് of isolated singular points. വ്യത്യസ്ത തരം ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്സിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റിമൂവബിൾ singular point. Second one, pole. Third one, essential singular point. Clear ആവുന്നുണ്ടേ? അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് സിംഗുലാർ പോയിന്റ് എന്താന്ന് പറഞ്ഞു, ശേഷം പറഞ്ഞത് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്താന്ന് പറഞ്ഞു, ഇതിന് ശേഷം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്യണം. അതിൽ ഫസ്റ്റ് വൺ റിമൂവബിൾ സിംഗുലാർ പോയിന്റ്, സെക്കൻഡ് വൺ പോൾ, തേർഡ് വൺ എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് വൺ റിമൂവബിൾ സിംഗുലാർ പോയിന്റ് എന്നാണ് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള രണ്ടെണ്ണത്തിലോട്ട് കടക്കാം. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. എഫ് ഓഫ് ഇസഡ് ഹാസ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്. അതായത് എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഒരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ഉണ്ട്. എവിടെ? അറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് നോട്ടിൽ. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ലോറന്റ് സീരീസ് റെപ്രസെന്റേഷൻ വെച്ച് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സിഗ്മ n ഈസ് ഈക്വൽ ടു 0 to infinity an z minus z naught the whole raised to n plus sigma n is equal to 1 to infinity bn z minus z naught the whole raised to minus n എന്ന് റെപ്രസെന്റ് ചെയ്യാവേ. ക്ലിയർ ആവുന്നുണ്ടേ? which is equal to sigma n is equal to 0 to infinity an z minus z naught the whole raised to n plus ഇതിനെ നമുക്ക് b1 by z minus z naught plus b2 by z minus z naught the whole square plus etc plus bn divided by z minus z naught the whole raised to n plus etc. ഇങ്ങനെ എഴുതാവേ. ഒന്നും ചെയ്തില്ല. അതേപോലെ അതിനൊന്ന് ആ സീരീസ് എക്സ്പാൻഷൻ സമ്മേഷൻ മാറ്റി സമ്മായിട്ട് എഴുതി, പ്ലസ് ഇട്ട് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സിഗ്മ n ഈസ് ഈക്വൽ ടു 0 to infinity an z minus z naught the whole raised to n plus b1 divided by z minus z naught plus b2 divided by z minus z naught the whole square plus etc plus bn divided by z minus z naught the whole raised to n plus etc. അപ്പൊ ആലോചിച്ചോണം, ഞാൻ പറഞ്ഞു എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ അനലിറ്റിക് അല്ല, അതുപോലെ തന്നെ ഇസഡ് നോട്ടിന്റെ ഒരു നൈബർഹുഡ് എടുത്താൽ വേറൊരു സിംഗുലർ പോയിന്റും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഫംഗ്ഷന്റെ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ്. അതുകൊണ്ട് ലോറന്റ് സീരീസ് റെപ്രസെന്റേഷൻ വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ആ ലോറന്റ് സീരീസ് റെപ്രസെന്റേഷൻ വെച്ച് ഇങ്ങനെ എഴുതി വരുമ്പോൾ എല്ലാ ബിഎൻസും, അതായത് ഇത് പ്രിൻസിപ്പൽ പാർട്ടും ഇത് അനലിറ്റിക് പാർട്ടുമാണ്, ഈ പ്രിൻസിപ്പൽ പാർട്ടിലുള്ള എല്ലാ ബിഎൻസും 0 ആയി പോയാൽ പിന്നെ എങ്ങനെ വരും ഫംഗ്ഷൻ? സിഗ്മ n is equal to 0 to infinity an z minus z naught the whole raised to n എന്ന് വരില്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? ബാക്കി ഇതെല്ലാം 0 ആയി പോയാൽ ഇങ്ങനെ വരില്ലേ? അങ്ങനെ 0 ആയി പോവുകയാണെങ്കിൽ ഈ പോയിന്റ് z naught എന്ന് പറഞ്ഞ ഈ പോയിന്റിന് നമുക്ക് എഫ് ഓഫ് ഇസഡിന്റെ റിമൂവബിൾ സിംഗുലർ പോയിന്റ് അത് പറയാം. ക്ലിയർ ആവുന്നുണ്ടേ? അതായത് z naught എന്ന് പറഞ്ഞ പോയിന്റ് എഫ് ഓഫ് ഇസഡിന്റെ റിമൂവബിൾ സിംഗുലർ പോയിന്റ് ആയാൽ പ്രിൻസിപ്പൽ പാർട്ട് കാണില്ല. അതിന്റെ എക്സ്പാൻഷൻ എഴുതിയാൽ എല്ലാ ബിഎൻസും 0 ആയി പോകും. ക്ലിയർ ആണോ? അതാണ് അതിന്റെ ഡെഫിനിഷൻ. നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്താൽ കുറച്ചുകൂടെ മനസ്സിലാവും. എക്സാമ്പിൾ, എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 1 minus cos z divided by z square. ക്ലിയർ ആണോ? 1 minus cos z divided by z square.
അതിന് നമുക്ക് ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 1/z² ഇൻറ്റു 1 മൈനസ് കോസ് z. കറക്റ്റ് ആണോ? ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്ന വിച്ച് ഈസ് ഈക്വൽ ടു 1/z² ഇൻറ്റു 1 മൈനസ് കോസ് z എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാം. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് z² ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് z റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് z raised to 6 divided by 6 factorial plus etc. ഇത്രയും കറക്റ്റ് അല്ലേ? Which is equal to 1/z² into 1 ആ മൈനസ് അകത്തോട്ട് കൊടുക്കുകയാണ്. 1 minus 1 plus z² by 2 factorial minus z raised to 4 by 4 factorial plus z raised to 6 by 6 factorial minus etc. പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ളത് 1/z² ഇൻറ്റു z² ബൈ 2 ഫാക്ടോറിയൽ മൈനസ് z റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് z റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. 1/z² അകത്തോട്ട് പോയാൽ ബാക്കി കിട്ടുന്ന 1/2 ഫാക്ടോറിയൽ മൈനസ് z റേസ് ടു 4 z² വെട്ടിപ്പോയി ബാക്കി z² ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് z റേസ് ടു 4 ബൈ 6 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. നോക്കിയേ, ഈ എക്സ്പാൻഷൻ നോക്കിയാൽ ഇതിനകത്ത് പ്രിൻസിപ്പൽ പാർട്ട് ഇല്ല, ബാക്കി അനലിറ്റിക് പാർട്സേ ഉള്ളൂ. ക്ലിയർ ആണെന്നുണ്ടേ? പ്രിൻസിപ്പൽ പാർട്ട് ഇല്ലാതാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് z ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റ്, അതായത് f of z ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് z ഡിവൈഡഡ് ബൈ z² എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ z ഈസ് ഈക്വൽ ടു 0 അനലിറ്റിക് അല്ല. ക്ലിയർ ആണെന്നുണ്ടേ? അതുകൂടാതെ z ഈസ് ഈക്വൽ ടു 0യുടെ നൈബർഹുഡ് എടുത്താൽ വേറൊരു സിംഗുലർ പോയിന്റ്സിന്റെ കിട്ടില്ല. അപ്പോൾ അതൊരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ്, മനസ്സിലായി? ഇനി ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റിൽ തന്നെ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കി. 0യിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കി, അതായത് സീരീസ് എക്സ്പാൻഷൻ എഴുതി നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് പ്രിൻസിപ്പൽ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് 1 മൈനസ് കോസ് z ഡിവൈഡ് ബൈ z² എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ z ഈസ് ഈക്വൽ ടു 0യിൽ റിമൂവബിൾ സിംഗുലർ പോയിന്റ് ആണ്. z ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഫംഗ്ഷന്റെ റിമൂവബിൾ സിംഗുലർ പോയിന്റ് ആണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടേ? ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് വൺ പോൾ ആണ്. പോൾ വളരെ എളുപ്പമാണ്, ഇത് മനസ്സിലാവുകയാണെങ്കിൽ അത് എളുപ്പമാണ്. സെക്കൻഡ് വൺ പോൾ. ക്ലിയർ ആവുന്നുണ്ട്? പോൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ, അതായത് f of z എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് z0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ്. ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ്. അതായത് z0 എന്ന് പറയുന്നത് f of z ന്റെ ഒരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണെങ്കിൽ f of z ന് എന്തുണ്ട്? ലോറന്റ് സീരീസ് റെപ്രസെന്റേഷൻ ഉണ്ട്. സിഗ്മ n is equal to 0 to infinity an z minus z0 the whole raised to n plus sigma n is equal to 1 to infinity a bn z minus z0 the whole raised to minus n. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇതിനെ കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ എഴുതാൻ പോവാണ്. സിഗ്മ n is equal to 0 to infinity an into z minus z0 the whole raised to n plus b1 divided by z minus z0 plus b2 divided by z minus z0 the whole square plus etc. ഇങ്ങനെ പോവുകയാണ്. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ പറയുന്ന പോൾ ആവുകയാണെങ്കിൽ, അതായത് z0 എന്ന് പറയുന്ന പോയിന്റ് f of z ന്റെ പോൾ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? റിമൂവബിൾ സിംഗുലർ പോയിന്റ് ആണ്. റിമൂവബിൾ സിംഗുലർ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ z0 എന്ന് പറഞ്ഞ പോയിന്റ് f of z എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ റിമൂവബിൾ സിംഗുലർ പോയിന്റ് ആവണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ പാർട്ടിലുള്ള എല്ലാ bnസും 0 ആകണം. ഇനി പോൾ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കേസ് വേറൊന്നുമല്ല. പോൾ ആകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് bnസ് കാണണം. ഫൈനൈറ്റ് നമ്പർ ഓഫ് bnസ് പ്രസന്റ് ആയിരിക്കണം. അതായത് പ്രിൻസിപ്പൽ പാർട്ട് നേരത്തെ ഇല്ലെന്നാണ് പറഞ്ഞത്, പക്ഷെ ഇവിടെ പ്രിൻസിപ്പൽ പാർട്ട് ഫൈനൈറ്റ് നമ്പർ കാണണം. ക്ലിയർ ആവുന്നുണ്ടേ? അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് bn's കാണണം. m ഡിവൈഡഡ് ബൈ z മൈനസ് z0 the whole raised to m വരെ കാണണം. ക്ലിയർ ആണ്? അതിനുശേഷം വരുന്ന, അതായത് bm നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. bm ന് ശേഷം വരുന്ന bm+1 bm+2 അങ്ങോട്ടുള്ള എല്ലാം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ക്ലിയർ ആയോ? അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് bn's കാണും.
അതിൽ ബി എം നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. bm+1 bm+2 എക്സെട്ര എല്ലാം അങ്ങോട്ടുള്ള എല്ലാം 0 ആണ്. ആദ്യമേ പറഞ്ഞ റിമൂവബിൾ സിംഗുലാർ പോയിന്റിൽ പ്രിൻസിപ്പൽ പാർട്ട് കാണത്തില്ല, അതായത് എല്ലാ ബിഎൻസും 0 ആണ്. സെക്കൻഡ് പറഞ്ഞ പോളിനകത്തായി കഴിയുമ്പോൾ z0 എന്ന് പറഞ്ഞ പോയിന്റ് പോൾ ആണെന്നുണ്ടെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ബിഎൻസ് കാണണം. ഇവിടെ bm വരെ ഉണ്ട്, ആ bm നോട്ട് ഈക്വൽ ടു 0 ആണ്. അതിനുശേഷം വരുന്ന bm+1 bm+2 എല്ലാം 0 ആണ്. അങ്ങനെയാണെങ്കിൽ z0നെ f of z എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ പോൾ ആണ് പറയാം. ക്ലിയർ ആവുന്നുണ്ടേ? z0 is a pole. ക്ലിയർ ആവുന്നുണ്ടേ? z0 is a pole of order. ഓർഡർ എത്ര പറഞ്ഞിരിക്കണം? ഓർഡർ bm വരെ ഉള്ളതുകൊണ്ട് ഓർഡർ m എന്ന് പറയാം. ക്ലിയർ ആണ്? z0 is a pole of function f of z of order m എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇനിയും മനസ്സിലാകാത്തവരുണ്ട്, ഒരു എക്സാമ്പിൾ എടുത്ത് കുറച്ചുകൂടെ ക്ലിയർ ആവും. എക്സാമ്പിൾ ഇവിടെ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ലോറൻസ് സീരീസ് റെപ്രസെന്റേഷൻ ചെയ്തു, അതിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ബിഎൻസേ കാണാവൂ. bm എന്ന് പറയുന്നത് 0 ആകരുത്. bm+1 bm+2 എക്സെട്ര എല്ലാം 0 ആയിരിക്കും. ഒരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ f of z is equal to sin hz divided by z raised to 4. ക്ലിയർ ആവുന്നുണ്ടോ എക്സാമ്പിൾ? ഈ എക്സാമ്പിളോട് ശ്രദ്ധിച്ചു നോക്കിയാൽ z is equal to 0 എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ ഒരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ്. ഈ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റിൽ തന്നെ z is equal to 0. ഇനി റിമൂവബിൾ സിംഗുലർ പോയിന്റ് ആണോ, അതോ ഇപ്പൊ പഠിച്ച പോൾ ആണോ, അതോ ഇനി പഠിക്കാൻ പോകുന്ന എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. അത് ചെയ്യാൻ പോകുന്നത് sin hz 1/z raised to 4 into sin hz എന്ന് എഴുതാവേ. ക്ലിയർ ആണോ? അപ്പൊ ബാക്കി ഇനി എങ്ങനെ എഴുതാം? 1/z raised to 4 into sin hz ന്റെ സീരീസ് എക്സ്പാൻഷൻ നമുക്കറിയാം. sin hz ന്റെ സീരീസ് എക്സ്പാൻഷൻ z plus z cube divided by 3 factorial plus z raised to 5 divided by 5 factorial plus z raised to 7 divided by 7 factorial plus etc. Clear ആവുന്നുണ്ടേ? which is equal to 1/z raised to 4. 1/z raised to 4 നാത്തോട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1/z cube കിട്ടും ഫസ്റ്റ് ടേം. കാരണം z ഉം z raised to 4 ക്യാൻസൽ ആയി പോയി. ബാക്കി പ്ലസ് 1/3 factorial into 1/z. ക്ലിയർ അല്ലേ? 1/z z cube z raised to 4 ക്യാൻസൽ ആയി പോയി. പ്ലസ് z divided by 5 factorial plus z cube divided by 7 factorial plus etc. ക്ലിയർ ആണോ ഇത്രയും? അപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രിൻസിപ്പൽ പാർട്ട് ഫൈനൈറ്റ് നമ്പർ ആണ്. രണ്ട് പ്രിൻസിപ്പൽ പാർട്ടേ ഉള്ളൂ, രണ്ട് ടേംസേ ഉള്ളൂ. അതാണ് ഉദ്ദേശിച്ചത്. പ്രിൻസിപ്പൽ പാർട്ടിൽ രണ്ട് ടേംസേ ഉള്ളൂ. bm എന്ന് പറയുന്ന ഇവിടെ z മൈനസ് നമ്മൾ പറഞ്ഞ bm/z മൈനസ് z0 the whole raised to m ആണ് വരുന്നത്. അപ്പൊ bm ആയിട്ട് ഇത് ചിന്തിച്ചോ, ഇതിനെ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ bm ഡിവൈഡ് ബൈ z മൈനസ് z0 the whole raised to m എന്ന് പറയുന്നത് 1/z മൈനസ് 0 ആണ് ഇവിടുത്തെ സിംഗുലർ പോയിന്റ്. ഹോൾ ക്യൂബ് ആണ്. അപ്പൊ bm എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? bm എന്ന് പറഞ്ഞാൽ 1 കിട്ടി. അതുപോലെ തന്നെ m എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? m എന്ന് പറഞ്ഞാൽ 3 കിട്ടി. ശ്രദ്ധിച്ചു നോക്കിയേ, bm നോട്ട് ഈക്വൽ ടു 0 ആണ്, bm ഈസ് ഈക്വൽ ടു 1 കണ്ടോ. അതുപോലെ m ഈസ് ഈക്വൽ ടു 3 കിട്ടി. അതുകൊണ്ട് z ഈസ് ഈക്വൽ ടു 0 ഈസ് എ പോൾ ഓഫ് ഓർഡർ എത്ര? 3. ക്ലിയർ ആണോ? അപ്പൊ ഈ ഫംഗ്ഷന്റെ f of z is equal to sin hz divided by z raised to 4, z is equal to 0 എന്ന് പറഞ്ഞ പോയിന്റിൽ പോൾ ആണ്, ഓർഡർ എന്ന് പറയുന്ന 3 ആണ്. ക്ലിയർ ആയോ? sin hz divided by z raised to 4 ആണ്. അതിന്റെ സീരീസ് എക്സ്പാൻഷൻ നോക്കി 1/z raised to 4 into sin hz നെ z plus z cube by 3 factorial plus z raised to 5 by 5 factorial plus z raised to 7 by 7 factorial plus etc. അപ്പോ അതിനകത്തോട്ട് 1/z raised to 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പൽ പാർട്ട് കിട്ടി. പ്രിൻസിപ്പൽ പാർട്ട് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളൂ. അത് കൂടാതെ അതിന്റെ bm എന്ന് പറയുന്ന 1 ആണ് കിട്ടി, m എന്ന് പറയുന്ന 3 ആണ് കിട്ടി. അതായത് z is equal to 0 എന്ന് പറയുന്നത് പോൾ ആണ്. ഈ ഫംഗ്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. എങ്ങനെയാണെന്ന് മനസ്സിലായി ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? അതായത് സിംഗുലർ പോയിന്റ് എന്താന്ന് പറഞ്ഞു, ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് എന്താന്ന് പറഞ്ഞു, അതിനുശേഷം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റിൽ റിമൂവബിൾ സിംഗുലർ പോയിന്റ് പറഞ്ഞു, അതിനുശേഷം പോൾ എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആകെ ഒരു ടൈപ്പ് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ഇവിടെ ഇനിയുള്ളൂ. അതേതാണ് നിങ്ങൾക്ക് അറിയാം? ഏതാണ്? എസെൻഷ്യൽ സിംഗുലർ പോയിന്റ്. എന്താണ്? എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. ക്ലിയർ ആണെന്നാ പറയുന്ന
എസെൻഷ്യൽ സിംഗുലർ പോയിന്റ്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് ഒന്നുമില്ല, ഒരു എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, ഇസഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ അനലിറ്റിക് അല്ല, അതുപോലെ ഇസഡ് നോട്ടിന്റെ നൈബർഹുഡ് എടുത്താൽ വേറെ സിംഗുലർ പോയിന്റ് ഇല്ല. അതായത് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞ ഒരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ്. ഐസൊലേറ്റഡ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, വേറെ പുതിയതായിട്ട് ഒന്നും പറയുന്നില്ല. ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനൊരു ലോറന്റ് സീരീസ് റെപ്രസെന്റേഷൻ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? n is equal to 0 to infinity an z minus z naught the whole raised to n plus sigma n is equal to 1 to infinity bn z minus z naught the whole raised to minus n. Clear ആണ് ഇത്രയും? which is equal to an into sigma which is equal to sigma n is equal to 0 to infinity an z minus z naught the whole raised to n plus b1 divided by z minus z naught plus b2 divided by z minus z naught the whole square plus etc. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ റിമൂവബിൾ സിംഗുലർ പോയിന്റ് എന്നാണ് പറഞ്ഞു. അതായത് പ്രിൻസിപ്പൽ പാർട്ടിലുള്ള എല്ലാ ബിഎൻസും 0 ആയി പോവുക. ക്ലിയർ ആണല്ലോ? സെക്കൻഡ് പറഞ്ഞത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ബിഎൻസ് കാണുക. തേർഡ് പറയുന്നത് എന്താ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ചിന്തിക്കാൻ പറ്റും, എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് ആണ്. ഇനി പറയാനുള്ള ഒറ്റ കേസേ ഉള്ളൂ, ഇവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ബിഎൻസ് നോൺ സീറോ ആവുക. ക്ലിയർ ആവുന്നുണ്ടോ? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ബിഎൻസ് ഉണ്ട്, അത് നോൺ സീറോ ആവുകയാണെങ്കിൽ, അതായത് ഇതാണ് അതിന്റെ റെപ്രസെന്റേഷൻ. അങ്ങനെയാണെങ്കിൽ ഇസഡ് നോട്ടിന് എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് എന്ന് പറയാം. എന്തിന്റെ? ഈ തന്ന ഫംഗ്ഷന്റെ എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് എന്ന് പറയാം. ക്ലിയർ ആവുന്നുണ്ടേ? അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. എക്സാമ്പിൾ ഫോർ e raised to 1 by z. e raised to 1 by z എടുത്താൽ e raised to x ന്റെ സീരീസ് എക്സ്പാൻഷൻ അറിയാം. 1 plus x by 1 factorial plus x square by 2 factorial plus etc. അങ്ങനെയല്ലേ പോണ? അങ്ങനെയാണെങ്കിൽ e raised to 1 by z ന്റെ സീരീസ് എക്സ്പാൻഷൻ എടുത്താൽ 1 plus 1 by z divided by 1 factorial. ക്ലിയർ ആണെന്നുണ്ടോ പറയുന്ന? 1 by z divided by 1 factorial plus 1 by z square divided by 2 factorial plus etc. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, which is equal to 1 plus 1 by z into 1 factorial plus 1 by z square into 2 factorial plus etc. അങ്ങനെ പോവുകയാണ്. അതായത് പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണുള്ളത്, നോൺ സീറോ ടേംസ് ആണുള്ളത്. നോക്കിയേ, പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ ടേംസ് ആണുള്ളത്. അതുകൊണ്ട് e raised to 1 by z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഈ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ z is equal to 0 എന്ന് പറഞ്ഞ പോയിന്റിൽ എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് ആണ്. അപ്പൊ പറഞ്ഞെല്ലാം ക്ലിയർ ആയോ? എക്സാമ്പിൾ ക്ലിയർ ആയോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാൻ പറഞ്ഞു വന്ന രീതി നോക്കണം. സിംഗുലർ പോയിന്റ് എന്നാണ് പറഞ്ഞു, ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് എന്നാണ് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് എന്നാണ് പറഞ്ഞു. ആ പാറ്റേൺ അതേപോലെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റിനകത്ത് പോൾ എന്താ, അതേപോലെ തന്നെ എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് എന്താ, റിമൂവബിൾ സിംഗുലർ പോയിന്റ് എന്താന്ന് പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾസും പറഞ്ഞു. പഠിച്ചോണം. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിലോ അല്ലാതെ 4-8 മാർക്കിലൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്? ക്ലിയർ ആവുന്നുണ്ടേ? അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതാണ്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ചാനൽ ഷെയർ ചെയ്യുക. താങ്ക് യു.